ഹായ്, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ജനുവരി ആയപ്പോഴത്തേനും ഭയങ്കര കാറ്റും കോളും ഒന്നും പറയണ്ടല്ലേ, ഭയങ്കര കാറ്റായല്ലോ എല്ലായിടത്തും. ഇവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റാണ്. നമുക്ക് ഇവിടെ ഇടുക്കിക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കാറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങോട്ട് വരണ്ട ഒരു ഭയങ്കരമാകും. കാര്യം എൻ്റെ ഓയിൽ സ്കിന്നാണ്, പക്ഷേ എന്നാലും ഡ്രൈ ആവും ഭയങ്കരമായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ചേട്ടായി രാവിലെ കടയിൽ പോയി. അപ്പം ഞാനുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് 1-2 യാത്രകളൊക്കെ വരുന്നുണ്ട്. എവിടെയാണെന്നൊക്കെ അന്നേരം ഞാൻ പറയാതെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കോൾ വന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഫ്ലൈറ്റ് മോഡ് ഓഫ് ആക്കിയിടാനായിട്ട് മറന്നു പോകും വീഡിയോ എടുക്കുന്ന ടൈമിൽ. അല്ലെങ്കിൽ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓണാക്കാൻ മറന്നു. അന്നേരം ആരും വിളിച്ചാൽ കിട്ടിയല്ലോ, പ്രത്യേകിച്ച് ചേട്ടായി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അതുകൊണ്ട് ഞാനത് മറന്നു പോകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു കോള് കയറി വന്നതാണ്. അപ്പം ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞ് രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്, പിന്നെ ചേട്ടാ അവനടി ഉച്ച കഴിഞ്ഞ് പോകാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു പ്രോഗ്രാമുണ്ട്, ഒരു ഹൗസ് വാമിംഗ് ആണ്. അത് നമ്മുടെ പിന്നെ ബാംഗ്ലൂരുള്ള ജെസ്സി എന്ന് പറഞ്ഞ് ഒരു നമ്മുടെ ഫാമിലി മെമ്പറിൻ്റെ ബ്രദറിൻ്റെ കീർത്താമസമാണ് കേട്ടോ. അപ്പം കട്ടപ്പന വെള്ളയാങ്കുടിയിലാണ്. വെള്ളയാങ്കുടി കഴിഞ്ഞ് സ്ഥലം കൂടെ പോകണം. ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. സിന്ധുമേ വന്നേക്കണേ കുറേ ദിവസങ്ങളായിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയി നമുക്ക് സന്തോഷിച്ചടിച്ചു പൊളിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു യാത്ര ഇന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും വേറൊരു യാത്രയുണ്ട്. അത് ഒരു സർപ്രൈസ് യാത്രയാണ് കേട്ടോ. പറയാതിരിക്കാൻ വല്ല, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയി ഇരുന്ന ഒരു യാത്രയാണ്. അപ്പോൾ അതിനും നമുക്ക് പോകണം. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ ഐബ്രോ ഒക്കെ ഇച്ചിരി വളർന്നിട്ടുണ്ട്, എന്നാൽ പോയി ഒന്ന് ത്രെഡൊക്കെ ചെയ്ത് ഒന്ന് വേറെ ഫേഷ്യലും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഞാൻ ചെയ്യാറില്ല, ഒന്ന് ത്രെഡൊക്കെ ചെയ്ത് ഒന്ന് നീറ്റായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ചിലപ്പോഴാണെങ്കിൽ ഉപ്പുതറ തന്നെ പോവും. ഉപ്പുതറയിൽ ആ പിള്ളേർ തുറന്നിട്ടുണ്ടോ എന്നറിയില്ല. ആശിഷിൻ്റെ കടയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു. അവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോകും. ഇതല്ലെങ്കിൽ നമ്മൾ മേരികുളത്ത് നമ്മൾ സ്ഥിരം പോകുന്നിടത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ജീൻസൊക്കെ ഇട്ടിട്ട് ന്യൂ ലുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും സ്റ്റാറ്റസും ഇതൊക്കെ ഇട്ടിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റും ഒക്കെ ഇട്ടതിനൊക്കെ നല്ല കമൻറ്റാണ് തന്നിരിക്കുന്നത്. കുറച്ച് പൊണ്ണത്തരി കുറഞ്ഞോടൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. ശാന്തക്കുത്തിയൊക്കെ പറഞ്ഞു സൂപ്പറാടി എന്ന് പറഞ്ഞു. ഉഷേച്ചി കണ്ടില്ലെന്ന് തോന്നുന്നു. ഉഷേച്ചി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉഷേച്ചി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സിന്ധു ചോദിച്ചു, നീ രണ്ടും കൽപ്പിച്ചാണോടി? അടിപൊളിയാ, എന്തായാലും കുറെ വണ്ണം കുറഞ്ഞോടൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം കൂടപ്പുറപ്പുകളുടെയൊക്കെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കിട്ടി, ഒത്തിരി സന്തോഷം. അല്ല, നമുക്ക് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാന്നുള്ളതേ ഉള്ളൂ അല്ലേ. അപ്പം നല്ലൊരു കംഫർട്ട് തോന്നി ആ ഡ്രസ്സിൽ. അപ്പം ഇനി ദൂരയാത്രയ്ക്കൊക്കെ പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും പോയിട്ടൊക്കെ വരട്ടെ കേട്ടോ. ചിലപ്പോൾ മുമ്മീനികളെ വരെ പോകണം. ചേട്ടായി ഉച്ചയാകുമ്പോഴത്തേനും വരും. ചിലപ്പോൾ 12 മണി 1 മണിയാകുമ്പോൾ ചേട്ടായി വന്നെങ്കിൽ ആ ടൈമിൽ ഞാനിവിടെ കാണണ്ടേ. അതുകൊണ്ട് ഇപ്പോൾ 10 മണിയായി, ഓടിപ്പോയി ചെയ്തിട്ടൊക്കെ വരാവേ. അപ്പോൾ ഉപ്പേറ വന്നപ്പം അവിടെ തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരെ വെച്ച് പിടിച്ചു മേരികുളത്തേക്ക്. ഞാൻ സ്ഥിരം വരുന്ന പാർലറിലോട്ട് തന്നെ വന്നു കേട്ടോ. ഇതാണ് പാർലറിൻ്റെ പേര്. അപ്പം ഈ ഒരു സുന്ദരിക്കുടുക്ക വന്ന് മുടി വെട്ടാനായിട്ട് ഇരിപ്പുണ്ട്. 3 പെൺകുട്ടികളാണ് കേട്ടോ മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഈ മോൾക്ക് പാർലറിലെ ബ്യൂട്ടീഷ്യൻ മോൾക്ക് 3 ആൺമക്കളാണ് ഉള്ളത്. കുഞ്ഞി 3 ആൺമക്കളാണ്. അവന്മാരുണ്ടല്ലോ അവിടെ ഇരുന്ന് മറ്റേ റീൽസൊക്കെ കേട്ടുകൊണ്ടിരിപ്പുണ്ട് സൗണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതിനെല്ലാം വോയിസ് കൊടുത്തെടുത്തായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും അതിൻ്റെ പാട്ടുകളും ഒച്ചയും ബഹളവും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ്ട് ഒരു ഐബ്രോ ത്രെഡ് ചെയ്തേ. അന്നേരത്തേക്ക് വേറെ 2 കസ്റ്റമർ വന്നു. അപ്പോഴത്തേനും എല്ലാവരും ഡീൽ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നാൽ മുടിയും കൂടെ നിങ്ങളൊക്കെ ഓരോരുത്തരും കമൻറ്റൊക്കെ കണ്ടായിരുന്നു ഞാൻ. അപ്പം മുടിയും കൂടെ ഒന്ന് സെറ്റാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ഇച്ചിരി എന്നാ പറയുന്നത് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് സെറ്റാക്കി തരുവാണ് ആ മോള് കേട്ടോ. അവൾ ഒത്തിരി ക്ഷീണിച്ചു പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ എന്നടി ഇതേപോലെ ക്ഷീണിച്ചു പോയെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പപ്പായി അടുത്തിടയ്ക്ക് മരിച്ചു പോയായിരുന്നു. അതിൻ്റെ സന്തോഷവും ഒക്കെയാണ് ആൻറ്റി എന്നെ ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നല്ലൊരു പൊന്നുമോളാണ്. അപ്പോൾ അവൾ എനിക്ക് പുറകോശം ഒന്ന് കാണിച്ചു തന്നേടിയെന്ന് പറഞ്ഞപ്പോഴത്തേനും കാണിച്ചു തരികയാണ് കേട്ടോ. കളർ ചെയ്തുകൊണ്ട് കൊണ്ടല്ലോ ആൻറ്റി തന്നെ ഹെന്ന ചെയ്തിട്ട് സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്ത് മുടി ഉണ്ടായിരുന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ? എറണാകുളത്ത് നിന്ന് 3-4 നമ്മുടെ ചേച്ചിക്കുട്ടികളും വേറെ പിള്ളേരും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3-4 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം ഭയങ്കര രാത്രി 12 മണിയൊക്കെ ആയപ്പോഴത്തേനും വഴിയെ പോകാൻ പോലും വയ്യാത്ത കണ്ടീഷനിൽ അത്രയും നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പറഞ്ഞു. എറണാകുളം വലിയ സിറ്റിയില്ലേ, അപ്പം ഭയങ്കര ആഘോഷങ്ങളുടെ രാവൊക്കെ ഉണരുന്ന സ്ഥലമാണല്ലോ അല്ലേ. നമ്മുടെ കുഞ്ഞു സ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്ന് രാവിലെ സതീശൻ ചേട്ടൻ, ഞാൻ രാവിലെ അമ്പലത്തിൽ, ഇത് ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ, ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് കൊടുത്തിട്ട് ഞാൻ അടുത്ത വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ രാവിലെ ഞാൻ കുളിച്ചിട്ട് കോഴിക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടേ അമ്പലത്തിൽ പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചില്ലെങ്കിലും ഉണ്ടാപ്രാണിക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ സതീശൻ ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചേ. അപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ 12 മണി ആയപ്പോഴൊക്കെ പടക്കം പിടിച്ചില്ലോ. എന്നിട്ട് എന്നെ ഇറങ്ങി വരാൻ ചെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ 10 മണിയൊക്കെ ആയപ്പോൾ കിടന്നു. അതിനിടയ്ക്ക് ഒരു 2-3 പടക്കങ്ങളൊക്കെ പൊട്ടുന്നത് കേട്ടു. പക്ഷെ അത് നമ്മൾ അക്കരയിലും കണ്ടാന്നൊക്കെ വിചാരിച്ച് എണീറ്റില്ല കേട്ടോ. 1-ാം തീയതി നമുക്ക് പടക്കം പൊടിക്കണമെന്നൊക്കെ സതീശൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയാണെന്ന്. പക്ഷെ അപ്പുറത്തുകാരൊക്കെ കൂടി ആയിരിക്കും പൊട്ടിച്ചത്. പക്ഷെ കാണാൻ പറ്റിയില്ല, അത് മിസ്സായിപ്പോയി. അപ്പം കുണുക്കിക്കൊണ്ട് അടുത്ത ഉടുപ്പൊക്കെ മാറിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഓ, ഇതേതായി നല്ല ഉടുപ്പൊക്കെ ഇട്ടെ, സൂപ്പറാണല്ലോ. അപ്പം കല്യാണി വീണ്ടും കയറി വന്നാണ് കേട്ടോ. ഇന്ന് കല്യാണി വൈറ്റമിൻ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടൊക്കെ ഇരിക്കും. അതെ കണ്ടോ, ടപ്പ് 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 അവരെ അവിടെ കൊട്ടുന്ന സൗണ്ടാണ് കേട്ടോ. അപ്പം കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാം വെച്ചിട്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ കപ്പയും പോർക്ക് കറിയും ഒക്കെ വെച്ചതൊക്കെ അവിടെ ഇരിക്കുക. ഞാൻ രാവിലെ കുളി കഴിഞ്ഞിട്ട് പിന്നെ അതിലൊന്നും തൊടാനും ഒന്നും പോയില്ല. പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടൊക്കെ എടുത്ത് വെക്കാൻ വിളിച്ചിരുന്നു ഓർത്തോണ്ടേ. ഇനിയിപ്പോൾ ചേട്ടായി വൈകിട്ട് വരുമ്പോൾ ചൂടാക്കിയാൽ മതിയല്ലോ, എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം അതൊക്കെ എടുത്തൊന്ന് ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കട്ടെ. പിന്നെ കണ്ടോ, ഇവിടെ തുടങ്ങി എൻ്റെ ചുരിദാറാണേ, കണ്ടോ വന്നിട്ടുണ്ടല്ലോ. ഇത് തണുപ്പിൻ്റെ ആണോ എന്നാണോ, ഞാൻ എന്നിട്ട് ഈ കാർഡ്ബോർഡൊക്കെ സൈഡിൽ വെച്ചതാണേ. തണുപ്പിൻ്റെ ആണോ എന്നാണോ, നല്ല 2 ഷോള് ഒരുമാതിരി ആയിപ്പോയി, കറവൽ കയറിപ്പോയി. നല്ല 2 ചുമല ഷോൾ, രണ്ടും നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ഓർത്തേ പാമിറ്റത്തിട്ടേക്കുക വെയിലത്ത്. അപ്പോൾ ഇതെല്ലാം തേച്ച് മടക്കി വെച്ചേക്കുന്ന ഇങ്ങനെ വലിച്ചെടുത്തപ്പോൾ ഇന്ന് രാവിലെയൊക്കെ അമ്പലത്തിൽ പോകാൻ ധൃതി വലിച്ചെടുത്തപ്പോൾ ഇതായിപ്പോയതാണ്. അപ്പോൾ ഇവനെയൊക്കെ ഒന്ന് എടുത്ത് വെയിലത്തിട്ടൊന്ന് ചൂടാക്കി ഉണക്കി സെറ്റാക്കി വെക്കാം. കൂട്ടം കാണിച്ചു തരട്ടെ, കണ്ടോ മല കിടക്കുന്ന മല. അയ്യോ, ഇനി ഇത് മൊത്തം മടക്കണം. ഞാൻ തുണി തേച്ചു കേട്ടോ, തുണി ഷർട്ടെല്ലാം തേച്ച് മടക്കിയെടുത്ത് വെച്ചു. അതെ, എൻ്റെ ഇത്രയും ചുരിദാറുണ്ടായിരുന്നു, അത്രയും തേച്ചു. ഈ 3 ഏതിടണം കയറി താമസത്തിന് പോകുമ്പോഴെന്ന് പറഞ്ഞു ഇങ്ങനെ മാറ്റി വെച്ചു. വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ എപ്പോഴും, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ തേച്ചത് എടുത്ത് വയ്ക്കണം. ബാക്കി ഞാൻ അവിടെ കൊണ്ട് വെയിലത്തിട്ടായിരുന്നേ, അത് താഴെയായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് മുകളിലോട്ട് വലിച്ചിപ്പോൾ കയറ്റിയിട്ടതാണ്. അയ്യോ, അല്ല നരച്ചു പോയാലോ എന്ന് വിചാരിച്ചോണ്ടേ, ഭയങ്കര വെയിലല്ലേ. മടക്കി എടുത്ത് കയറ്റി വെക്കാമെന്ന് ഓർത്തോണ്ട് ഞാൻ മുറ്റത്തിറങ്ങി. അന്നേരം കുമാരി ചേച്ചി വന്നേ. കുമാരി ചേച്ചി പറഞ്ഞു, ബാസെന്തു ചോറുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ഇല്ല. എന്നാൽ വാ ചോറുണ്ടാന്ന്. ഞാൻ 1-ാം തീയതി ആയിട്ട് വരണമെന്ന്. നീ 1-ാം തീയതി 2-ാം തീയതി ഒന്ന് കണ്ട വരാൻ. അപ്പോൾ ചോറിനാൻ പോവല്ല, അവൻ മണ്ണിറക്കി ഇതൊക്കെ ഒന്ന് നോക്കാം അല്ലേ. ചേച്ചിയുടെ അടുത്ത് പോയപ്പം പറിച്ച് തന്നു കേട്ടോ കേട്ടോ. കൂടിയൊക്കെ മൂടി പോവാണ് മണ്ണിറക്കിയത് കൊണ്ടേ, അതുകൊണ്ട് പറിച്ച് തന്നു കേട്ടോ ഉണങ്ങാൻ. എൻ്റെ അമ്മേ മാതാവേ. അപ്പം പരിപാടി ഉണ്ടോ, ഞാൻ ആ വെയിലെത്തുന്നുണ്ടല്ലോ, എല്ലാം കൂടെ വലിച്ച് ഇവിടെ കൊണ്ടുവന്നു. എന്നാന്നറിയോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല വെയിലത്തോട്ട് പോയി ഓരോ പ്രാവശ്യം ഇറക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാം നല്ലതായിട്ട് വെയിലും ഉണ്ട്, നല്ല സെറ്റായി ചൂടായി. അപ്പോൾ ചുരിദാറുകളൊക്കെ ചൂടാക്കി മടക്കി തേച്ച് വെച്ചേക്കുന്നതായിരുന്നു എല്ലാം തന്നെ. പിന്നെ കുറച്ചുണ്ടായിരുന്നു തേക്കാനായിട്ട്, അത് ഞാൻ തേച്ചായിരുന്നു. ഇത് ഉണങ്ങാനായിട്ടിട്ട സമയമുണ്ട്. അപ്പോൾ എല്ലാം മടക്കി ഇപ്പോൾ സെറ്റാക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടേ, ഉണ്ടോ. പക്ഷെ നമ്മുടെ ഈ അലമാരി ഇങ്ങനെ ഈ തകരമല്ലേ, അതാണെന്ന് തോന്നുന്നത്. ഇനി ഞാൻ ഇങ്ങനെ കാർഡ്ബോർഡും പേപ്പറും ഒക്കെ വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ന്യൂ ഇയറിന് നമുക്ക് തീരുമാനം എടുക്കാം, ഒരു തടിയലമാരി മേടിക്കാം അല്ലേ. തടിയലമാരി ആണെങ്കിൽ ഇങ്ങനെ ഇതായി പോകത്തില്ല. ഇതുകൊണ്ട് ഈ നല്ല ഷോളാണ്, ഇത് കറുത്ത് കയറിപ്പോയി ഈ 2 നല്ല ഷോളും. ഇന്ന് 2-ാം തീയതിയാണ് കേട്ടോ. ഞാൻ ഇന്നലെ 1-ാം തീയതി എടുത്ത കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങളുണ്ട്, അതും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തും. എന്നാന്നറിയാം, ഞാൻ ഇന്നലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചേട്ടനെ കണ്ടു. ചേട്ടന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ ഞാൻ ആ ചേട്ടന് കൊടുത്തു. ഞാൻ ഇന്നലെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞില്ലേ. ഞാൻ ഈ പറയുന്നത് എന്തിനാണെന്നറിയോ, ആർക്കാണേലും നമുക്ക് എല്ലാവർക്കും എല്ലാം ഒന്നും തികഞ്ഞവരൊന്നും ഈ ഭൂമിയിലില്ലെന്നേ. പക്ഷെ നമുക്ക് പറ്റും, നമ്മളെക്കൊണ്ട് പറ്റും ഒരു മനുഷ്യൻ്റെ വിശപ്പ് മാറ്റാനോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ദാഹം മാറ്റാനോ, ഒരു മനുഷ്യൻ്റെ നാണം മാറ്റാനോ ഒക്കെ നമ്മളെക്കൊണ്ട് പറ്റും. കാരണം നമുക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നമ്മളെക്കൊണ്ട് പറ്റത്തില്ലേ? പറ്റും, ഉറപ്പായിട്ടും പറ്റും.
നമ്മുടെ ഒരു നേരത്തെ നമ്മൾ ഇച്ചിരി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഒരു നന്മയായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ ഇന്നലെ അതൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്നു. ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചിട്ട് വന്നു. ഞാൻ കഴിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ. അത് കഴിഞ്ഞ് ഞാൻ മുറ്റത്തെ ഓരോ പരിപാടികളും കാര്യങ്ങളും ഇച്ചിരി തുണിയുടെ ഉണക്കും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുറ്റത്തോടൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒരു 12-12:45 കുമാരിച്ചേച്ചി വരുന്നേ. കുമാരിച്ചേച്ചി വന്നിട്ട് ഇടി കൊച്ചി നീ ചോറുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാ വാ ചോറുണ്ടേ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേ എനിക്ക് ചോറ് വേണ്ട. അതായത് തമാശ ഞാൻ ചോദിച്ചു ചോറ് തരാമോ? തരാം വാ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പുറത്ത് സജിയൊക്കെ പറമ്പിൽ മണ്ണ് ഇറക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ജസ്റ്റ് എന്നായിരുന്നു നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തന്നെ. അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേനും മീൻകറി, തോരൻ, മോര് എന്ന് വേണ്ട നല്ല അടിപൊളി കുത്തിരി ചോറ്. എനിക്ക് കുത്തിരി ചോറ് ഭയങ്കര ഇഷ്ടം. ഇവിടെ നമ്മൾ കുത്തിരി അങ്ങനെ വെക്കുന്നില്ലല്ലോ. അപ്പോൾ കഴിക്കാൻഡി എന്ന് പറഞ്ഞാൽ അവനും ആളിയനും ഇച്ചിരി കഴിക്കും നമുക്ക് മൂന്നിനോട് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം. ഇച്ചിരി കഴിക്കുന്നു പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ എനിക്ക് വേണ്ടേ, ഞാനിപ്പം വന്നിട്ട് പൊറോട്ട കഴിച്ചേ, എനിക്ക് വേണ്ട. അത് തന്നെയല്ലേ ഞാനിവിടെ എനിക്ക് ചേമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായി അന്ന് ചേമ്പ് പുഴുങ്ങിയിട്ട് ഒരെണ്ണങ്ങാണ്ടേ കഴിച്ചുള്ളൂ. അപ്പം 2-3 പീസ് ഇരിപ്പുണ്ട്, അത് ഉച്ചയ്ക്ക് കഴിച്ചാൽ മതി എന്ന് കരുതിക്കൊണ്ട് ഞാൻ ചോറ് കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നതാണേ. അപ്പം കുമാരിച്ചേച്ചി ഞാനുണ്ടല്ലോ നോക്കിയപ്പോഴത്തേനും ഞാൻ എന്നിട്ട് ഭർത്താവ് പണ്ടിക്ക് പോന്നേ. തൊട്ട് പുറകെ അവർക്ക് ചോറ് കൊടുത്തിട്ട് ചോറ്, മോര്, പച്ചമോര്, ഇഞ്ചി ഉള്ളിയൊക്കെ ചതച്ചിട്ട് പച്ചമോര്, തോരന്, മീൻകറി ഇത്രയായിട്ട് ഇവിടെ വന്നു. അതാ ഞാൻ പറഞ്ഞ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. 1-ാം തീയതി ആയിട്ട് എൻ്റെ കൂടപ്പുറപ്പ് എനിക്കിവിടെ തീറ്റ കൊണ്ടെത്തന്നു. ഞാനൊരാൾക്ക് കൊടുത്തപ്പോൾ മനസ്സിലായോ എന്ന് പറഞ്ഞോളക്ക് നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു കുഞ്ഞ് സഹായം ചെയ്യുമ്പം ദൈവം വേറൊരു രൂപത്തിൽ നമുക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവർക്കൊക്കെ ഓരോ കുഞ്ഞി സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്നെ കൊണ്ട് വരുന്ന കുഞ്ഞി സഹായം. ഇപ്പം ഞാൻ പിരിവൊക്കെ പറിച്ച് എന്താ പറയുക അവിടുന്ന് വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കിയിരുന്നപ്പോഴത്തേനും ഒരു പ്രായമുള്ള ഒരു അമ്മ മോളെ സ്കൂട്ടിയെ ഞാൻ കയറി അപ്പോഴത്തേനും വന്ന് മോളെ എന്ന് വിളിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മയ്ക്ക് വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാരിയൊക്കെ കൊടുത്തൊരു അമ്മയാണ് കേട്ടോ. തമിഴാണെന്ന് തോന്നുന്നു. വേറെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല ആൾക്ക് വേണമെങ്കിൽ. ഞാൻ എൻ്റെ കാഴ്ചപ്പാടില്ല, ഇനി പറയാൻ പറ്റത്തില്ല. ഉള്ളിൽ നമുക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നറിയില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് മക്കളൊന്നും ഇല്ലേ? അന്നേരം പറഞ്ഞു എനിക്ക് ഒരു മോളേ ഉള്ളൂ. മോളെ കെട്ടിച്ചു വിട്ടു. അവർക്ക് മോൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവ് ഈരെ അറ്റാക്ക് വന്ന് മരിച്ചും പോയെന്ന് മകളുടെ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഇതിൽ നിന്ന് എടുത്ത് 20 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 20 രൂപ ചില്ലറ എടുത്ത് കൈ കൊടുത്തു. എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് വിളിച്ചു പറയുന്നതല്ല ഇത്. നമ്മളുടെ അടുത്ത് ആരെങ്കിലും ഒരു ചിലപ്പം ദൈവം പറഞ്ഞു വിടുന്നതായിരിക്കും നമ്മുടെ അടുത്തോട്ട് നമ്മൾ ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരു കുഞ്ഞു ഇതാണെങ്കിലും നമ്മളെ പറ്റുന്ന ഒരിത് നമ്മളൊരു മനുഷ്യന് കൊടുത്താൽ അതിനോളം നല്ലൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പം ഇന്നത്തെയും കൂടെയുള്ള മിക്സഡ് വീഡിയോ ആയിരിക്കും ഇത് കേട്ടോ. അങ്ങനെ പാർലറിലൊക്കെ പോയി വേണ്ടേ ത്രെഡൊക്കെ ചെയ്തു. ത്രെഡ് ചെയ്യാനുണ്ടല്ലോ എനിക്ക് മുടിയും ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട്. മറ്റേ ഈ ഐബ്രോയും ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ കയ്യിലെ അഹങ്കാരം കൊണ്ട് പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായിട്ട് ഇനി അതിൻ്റെയൊക്കെ ബാക്കി അനുഭവിക്കുക, അത്രേ ഉള്ളൂ. മുടിയൊക്കെ ഒരു എന്നാ പറയുന്നത് ഇത്രയും പെട്ടെന്ന് മൊത്തം നരയ്ക്കുകയും മുഴുവനായിട്ട് അങ്ങ് കുത്താന്ന് പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുക. കാരണം ഞാൻ ചെയ്ത ഒരു സംഭവത്തിൻ്റെ സൈഡ് എഫക്റ്റാണ്. ഞാൻ ഇത് തന്നെ ഇനി വൈറ്റമിൻ ഡി കുറവാണെന്നൊക്കെ അറിയാനായിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ച് എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റായിട്ട് വരുന്നതാണ്. ഒന്നും ചെയ്യാനില്ല, താരനൊന്നും ഇല്ല കേട്ടോ എൻ്റെ തലയിൽ. പക്ഷേ മുഴുവനായിട്ട് പൊഴിഞ്ഞു പോവുക. എന്തായാലും ഞാനുണ്ടല്ലോ ഇച്ചിരി ഒരു സ്റ്റൈലാക്കിയിട്ടുണ്ട് ശകലം. ഇന്നത്തേന് മാത്രം നല്ല നീറ്റായിട്ടൊന്ന് ഇച്ചിരി കിടക്കട്ടെ, ഇല്ലാണ്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മളൊരു ഫംഗ്ഷന് പോകല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കുഞ്ഞായിട്ടുള്ളൊരു കുഞ്ഞൊരുക്കമൊക്കെ വേണ്ടേ അല്ലേ. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും അവരവരുടെ അമ്മമാർക്ക് നല്ല നീറ്റായിട്ട് വെട്ടി റെഡിയാക്കി സെറ്റാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മല്ലു ഫാമിലിയിലെ കുഞ്ചൂസും മറ്റേ വത്സലാമ്മയുടെയും മറ്റേ അപ്പുറത്തെ അമ്മയുടെയും കുഞ്ചൂസിൻ്റെ അമ്മയുടെയും ഒക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കും. വിഷ്ണുവിൻ്റെ അമ്മയുടെയൊക്കെ വെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗി തോന്നിയായിരുന്നു, ഒരു ഇഷ്ടമൊക്കെ തോന്നിയായിരുന്നു. അമ്മൂനോട് ഞാൻ പറഞ്ഞ അമ്മ അന്നേരം ചെയ്തു തരും. പക്ഷേ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ആകപ്പാടെ ഇച്ചിരി തുത്തേ ഉള്ളൂ. അത് അങ്ങനെ ഒരു ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാനൊരു ശകലം ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കണ്ടോ നല്ലതാണോ? ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം രാവിലെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് പിന്നെ ഇനി കുളിക്കണ്ടല്ലോ. കുളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിയും കേട്ടോ. കേട്ടോ ഇങ്ങനെ ആക്കിയിട്ടു. അപ്പം അങ്ങനെ എൻ്റെ പാർലർ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ അമ്മുവിന് എൻ്റെ ഒരു അനിയത്തിക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ. അപ്പം പിള്ളേർക്ക് 2 പേർക്കും ഒരേ സൈസ് ഉടുപ്പായിരുന്നു മേടിച്ചിരുന്നത്. അത് മൂത്തവളാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇട്ട് നോക്കിയപ്പോൾ അത് ചെറുതായിപ്പോയി.
പിന്നെ കൊണ്ടുപോയി അത് മാറിയിട്ട് അവൾക്ക് ജീൻസിൻ്റെ ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ പൈസ നമ്മുടെ ഫാഷൻ പോയിന്റിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അമ്മ എന്തെങ്കിലും വാങ്ങിച്ചോ കേട്ടോ എന്ന്. ആ പൈസയ്ക്ക് അമ്മ എന്തെങ്കിലും വാങ്ങിച്ചോ കേട്ടോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ തന്ന ഒരു കുർത്ത വാങ്ങിക്കാം, ഏതായാലും ജീൻസിന് ഇട്ടിട്ട് ആരും പിന്നെ നെഗറ്റീവും കമൻ്റ് ഒന്നും പറഞ്ഞില്ല കേട്ടോ. സൂപ്പറാ കുറേ കൂടെ വണ്ണം കുറഞ്ഞു കൊടുക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ ഇന്നലത്തെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു ഇത് കേട്ടോ. പണയം വെച്ചതിൻ്റെ പേപ്പറായത്. ഇത് കണ്ടോ, വളയുടെ ആ ഒരു ഇതുവരെയും കൂടി ഈ വളയ്ക്ക് ഇങ്ങനെ ഇട്ട് വെച്ചതിൻ്റെ ഇത് കണ്ടോ, വള ഇട്ട് വെച്ചതിൻ്റെ ഒരു ഇതുവരെയും കൂടി ഇതിലുണ്ട്. ഇതിലും കൂടുതലൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് എത്ര രൂപയ്ക്ക് പണയം വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് കാണുന്നില്ല. 50,000 രൂപയ്ക്ക്. അപ്പം 50,000 രൂപയ്ക്ക് വെച്ചിട്ട് 2.25 മാസം കൊണ്ടായി. ഇത് റേറ്റ് ഉണ്ടല്ലോ കണ്ടോ. എന്നിട്ട് 11/10 വെച്ചതാണ്, 10ാം മാസം കണ്ടോ. നമ്മൾ ഇതിനകത്തൊക്കെ എന്നത് ഈ കള്ളം പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറിയാൻ വന്നാലും ഞാനതൊക്കെ പോസിറ്റീവാക്കി മാറ്റുന്നത് കഴിഞ്ഞ ദിവസത്തേക്ക് വീഡിയോക്കകത്ത് പറഞ്ഞില്ലേ. അതുകൊണ്ട് ചൊറിയാൻ വരുന്നൊരു തന്നെ ഇരുന്ന് തിരിഞ്ഞ് മാന്തണ്ടി വരും കേട്ടോ. ഞാൻ ഇതൊന്നും ഇതായാൽ വരത്തില്ല. ഇതൊന്നും എന്നെ യേശുന്ന പരിപാടിയല്ല. കാരണം നമ്മൾ സത്യസന്ധമായിട്ട് തന്നെയാണ് മുമ്പോട്ട് ഓരോ കാര്യങ്ങളിലും പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുടിക്കാൻ പോയപ്പോൾ ചേട്ടായി ഇൻട്രോ ഒക്കെ എടുത്ത് സത്യം പറഞ്ഞാൽ ഒരു പോലും ഇല്ലാത്ത രീതിയിലേക്ക് എടുത്ത് വെച്ചിരുന്നത്. എന്നാലും ഞാൻ നിങ്ങളുടെ മുമ്പോട്ട് കിട്ടും. ഈ 50,000 രൂപയ്ക്ക് ഉള്ള പലിശയാണ് 2,000 രൂപ. അത് ഈ ഇത് കൂട്ടാണ് കേട്ടോ. സാധാ ബാങ്ക് അല്ലാണ്ട് ഇങ്ങനെ പ്രൈവറ്റ് ബാങ്കില്ലേ അതാണ്. അപ്പോൾ ഇച്ചിരി പലിശ കൂടുതൽ. അപ്പോൾ ഒരു പവന് നമുക്ക് കൂടുതൽ തുക കിട്ടും. മറ്റേ ബാങ്കിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 39 രൂപ 38 രൂപ 40 രൂപയ്ക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും എക്സ്ട്രാ പൈസ നമുക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ ചേട്ടായുടെ ഫ്രണ്ടിൻ്റെ ബാങ്കിലാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ചേട്ടായി പറഞ്ഞാൽ 52,000 രൂപ മുടക്കി എടുത്തു എന്നൊക്കെ ചേട്ടായി വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് വേണ്ടിയിട്ട് പറയാം 52,000 എന്നൊക്കെ പറയുമ്പോൾ ശകലമൊന്നും ആലോചിക്കണ്ടേ. പിന്നെ ഇത് അഭിനയമാണെന്ന് തോന്നുന്നേ ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കോമഡി ആയിട്ടാ ഫീൽ ചെയ്തേ. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചൊറിയണം എന്നുണ്ടെങ്കിൽ ചുമ്മാ ചൊറിഞ്ഞോണ്ടിരുന്നത്. ഇപ്പം ഈ പിന്നെ ഇതുണ്ടല്ലോ വെയിൽക്കാലം ആയതുകൊണ്ടേ സ്കിന്നൊക്കെ ഇങ്ങനെ വരണ്ട് കഴിയുമ്പോഴത്തേനും ചൊറിച്ചിലിച്ചിട്ട് കൂടും. അപ്പം മാറിയിരുന്നു ചൊറിഞ്ഞോ. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് പോകും കേട്ടോ. ഇതെനിക്ക് പറയണമെന്ന് തോന്നി. എന്നാന്നോ ഞാൻ വിചാരിച്ച ജീൻസ് ഇടുന്നതിൻ്റെ ഇത് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒക്കെ ഒന്ന് എന്തെങ്കിലും പറയുമായിരിക്കും, കമൻറ്റ് ഇടുമായിരിക്കും എന്ന്. പക്ഷെ ആരും ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ആ വീഡിയോക്ക് എത്തില്ലേ. അപ്പം നമുക്കിട്ട് ഇതിന് വന്നേക്കുക. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ചൊറിയുന്നുണ്ടെങ്കിൽ മാറിയിരുന്നു ചൊറിഞ്ഞോ. അപ്പം പിന്നെ ഇപ്പം പറഞ്ഞു വന്നത് അമ്മു അവിടെ ബാലൻസ് പൈസ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ജീൻസ് ഒന്നും ഇട്ടിട്ട് ആരും നെഗറ്റീവ് പറഞ്ഞില്ല. എന്നാൽ 1-2 കുർത്തയൊക്കെ മേടിച്ച് 1-2 ജീൻസൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. എന്നാന്ന് വെച്ചാൽ നമുക്ക് അടിപൊളി യാത്രയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആഗ്രഹിച്ച് കൊതിച്ചിരുത്തി ആ യാത്രയ്ക്കൊക്കെ നമുക്ക് നല്ല ഡ്രസ്സാണ് ജീൻസും ടോപ്പൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ കുർത്ത ഉണ്ടോയെന്ന് നോക്കാൻ ഓർത്ത് കയറിയപ്പം അവിടെ എനിക്ക് പറ്റുന്ന കുർത്തയില്ല. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, 2 നൈറ്റി അങ്ങ് വാങ്ങിച്ചു. ആ പൈസയ്ക്ക് 2 നൈറ്റി വാങ്ങിച്ച് ബാലൻസ് പൈസ അങ്ങ് കൊടുത്തു. കണ്ടോ. ഞാനതൊക്കെ കമൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂസ് ഇതുപോലെ എന്നോ എന്നാലും നൈറ്റ് ഇതൊക്കെ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ. ഞാൻ നമ്മൾ നിന്ന കടകളിൽ നിന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും കൂടുതലും ഡ്രസ്സ് എടുക്കാറ് കേട്ടോ. ഏത് കടകളിലൊക്കെ നിന്നോ അവിടെ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കാറുണ്ട്. അമ്മ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഉപ്പ് പറയല്. പിന്നെ മേരിയോളത്ത് എനിക്കൊരു വനിതാ കടയുണ്ട്, നമ്മുടെ അതും നല്ലൊരു കടയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. നേരത്തെ എല്ലാം തയ്ക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഈ റെഡിമെയ്ഡ് എടുക്കുന്നത്. അപ്പോൾ അത് ഒരെണ്ണം എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇത് പറഞ്ഞു കൊടുത്തു. കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തു. ഇല്ലാത്ത കളറുകൾ എടുക്കാമെന്ന് വിചാരിച്ച് ഇത് 2 അങ്ങനെ നൈറ്റ് എടുത്തു. അപ്പം പുത്തനൊക്കെ കിട്ടി, സന്തോഷമൊക്കെ ആയി. മൊത്തത്തിൽ ഒന്ന് സുന്ദരി കണ്ടേച്ചതിനും മതിയിലൊക്കെ എല്ലാവരും പറയും. എന്തായാലും എനിക്ക് എന്നോടൊരു റെസ്പെക്റ്റ് വേണമല്ലോ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചാലല്ലേ ഒരു വിലയുള്ളൂ. ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം. നമ്മുടെ ബോഡി വൃത്തിയാക്കി വെക്കാനും, നമ്മുടെ മുടി വൃത്തിയാക്കി വെക്കാനും, നമ്മുടെ നെയിൽ വൃത്തിയാക്കി വെക്കാനും, നമ്മുടെ ശരീരം ഫുള്ള് വൃത്തിയാക്കി വെക്കാനും ഒക്കെ നമുക്ക് എന്നാ പറഞ്ഞ സെൽഫ് റെസ്പെക്റ്റ് അല്ലേ. അത് സ്വന്തമായിട്ട് നമുക്ക് വേണം. അതെനിക്ക് ഇച്ചിരി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ആ കമൻറ്റ് ഇട്ട വ്യക്തിക്കൊക്കെ ഇച്ചിരി സങ്കടം വരുമെന്നേ, ഇങ്ങനെ പറയാന്നൊക്കെ. അപ്പം ഇച്ചിരി സുന്ദരിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പോകാതെ അവിടെ താമസം വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. ജെസിനെയും ഫാമിലിനെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷം അതൊക്കെ എൻ്റെ മനസ്സിനകത്തുണ്ട്. അതൊക്കെ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കാരണം ജെസി ഭയങ്കര തിരക്ക് പിടിച്ചൊരു വ്യക്തിയാണ്. എങ്കിലും എൻ്റെ വിഷമ സമയത്തും സന്തോഷ സമയത്തും ഒക്കെ എന്നെ വിളിക്കാറുള്ളതും ചേർത്ത് പിടിക്കാറും ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ശ്രീകുട്ടൻ ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോയല്ലോ.
അപ്പോൾ ഇവർ താമസിക്കുന്നതിൻ്റെ കുറച്ച് ബാക്കി ഭാഗം അവർ ബസ് സ്റ്റോപ്പിൽ സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് അവർ റൂമൊക്കെ എടുത്ത് പിറ്റേ ദിവസം എന്നെ വിളിച്ചപ്പോൾ എൻ്റെ സിന്ധുവമ്മേ ഞാൻ വീഡിയോ കണ്ടു, അതുങ്ങൾ അവിടെ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ റൂം തപ്പിയൊക്കെ കുറേ കിലോമീറ്റർ പോയി. എൻ്റെ സിന്ധുവമ്മയ്ക്ക് ഇത് പറഞ്ഞാൽ പോരായിരുന്നു, ഇവിടെ വന്ന് സ്റ്റേ ചെയ്താൽ പോരായിരുന്നു എന്ന്. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒരു വീട്ടിൽ നമ്മളോട് ചെല്ലാൻ പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് തരാനായിട്ട് അവർക്കൊരു സന്തോഷവും താല്പര്യവും ഒക്കെ ഉണ്ടാകണമെങ്കിലൊക്കെ അതൊരു നല്ല ഹൃദയത്തിനുടമേ നല്ല മനസ്സിനുടമയൊക്കെ ആയിരിക്കണം, നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കിയവരുമായിരിക്കണം അല്ലേ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ ആങ്ങളുടെ കുഞ്ഞ് എൻ്റെ ചോരയാണല്ലോ, അവനും മോളമേ കൂട്ടായി അവനും കൂടെ പോയപ്പോഴാണ് അവിടെ ചെന്ന് ഇറങ്ങിയ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനി എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഒരിടത്ത് റൂം എടുക്കണ്ടെന്ന് പറയാം, എന്നെ വിളിച്ചാൽ മതി എന്ന് പറയാനൊക്കെ പറഞ്ഞു. മാളൂരെയൊക്കെ അത് കഴിഞ്ഞ് വിളിച്ച് വഴക്കൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു, എൻ്റെ മാളു ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ. അപ്പോൾ അവരെ കാണുന്നതിൻ്റെ ഒരു മനസ്സിനകത്ത് ഒത്തിരി സന്തോഷവും ഒക്കെ ഉണ്ട്. അതെൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സമയം 12 മണിയായി, ചേട്ടായി 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും വരും. അപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പരിപാടികളും കൂടെ ചെയ്ത് വയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി വെക്കട്ടെ. എന്നിട്ട് ചേട്ടായി വന്നിട്ട് പോകുന്ന വിശേഷങ്ങൾ എനിക്ക് പറ്റുന്ന മാതിരി, എനിക്കറിയാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളതൊന്നും സാഹചര്യം എനിക്കറിയത്തില്ല. എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എടുക്കുന്നതായിരിക്കും. പിന്നെ കട്ടപ്പന എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ഒന്ന് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടുതൽ ആ ബെൽ ബട്ടനോട് ഒന്ന് ഇടിച്ചു കൊടുത്തരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.